നിങ്ങളുടെ പ്രവർത്തനങ്ങളെ റെക്കോർഡാക്കി വെച്ച് പരലോകത്ത് വെച്ച് കാണിച്ചു തരുമെന്ന് അള്ളാഹു നമ്മെ വെല്ലുവിളിക്കുന്നു. നമുക്ക് പുച്ഛമാണ്, അത് ദൈവത്തിനെങ്ങനെ സാധിക്കുമെന്നതാണ്. ഒരു വിവാഹ സദസ്സിൽ വെച്ച് മാല മോഷ്ടിച്ച കള്ളൻ വിചാരിക്കുന്നു അതാരും കണ്ടിട്ടില്ല എന്ന്. എന്നാൽ 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ഈ വീഡിയോ ക്യാമറ കാണുമ്പോഴാണ്, വിവാഹത്തിൻ്റെ വീഡിയോ ഫിലിം കാണുമ്പോഴാണ് ഈ കള്ളൻ മാല മോഷ്ടിച്ചത് ആളുകൾ മനസ്സിലാക്കുന്നത്. ഇത് മനുഷ്യർക്ക് സാധിക്കാമെങ്കിൽ ദൈവത്തിന് വളരെ നിസ്സാരമായി സാധിക്കാമെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം മനുഷ്യനൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന്. ദൈവം സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. അത്തരത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഏതൊരു വസ്തുവും എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കുവാൻ പാടില്ല എന്നും വ്യക്തമായ നിർദ്ദേശങ്ങൾ നാം നൽകുന്നു. നിസ്സാരമായൊരു ട്രാഫിക് കുറ്റത്തിന് പോലും നാം ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ മനോഹരമായൊരു ശരീരം നൽകിയിട്ട്, ശരിയും തെറ്റും നിർവചിക്കുവാനുള്ള കഴിവ് നൽകിയിട്ട് നമ്മുടെ കർമ്മങ്ങൾക്കനുസൃതമായ പ്രതിഫലവും ശിക്ഷയും ലഭിക്കുകയില്ല എന്ന് വെച്ചാൽ അത് ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നതല്ല. പാകിസ്ഥാനിലെ ലാഹോറിൽ ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി ലൈംഗികമായി 100 കുട്ടികളെ ഉപയോഗിച്ചിട്ട് അവരെ കൊന്നുകളഞ്ഞു. അവരുടെ ഫോട്ടോകൾ പത്രം ഓഫീസുകളിലേക്ക് അയച്ചു. ആ മാതാപിതാക്കൾ ആ ചിത്രത്തിൻ്റെ മുൻപിൽ കിടന്ന് കരയുന്ന പടങ്ങൾ പത്രങ്ങളിൽ വന്നു, ടെലിവിഷനിൽ നാം കണ്ടു. പാകിസ്ഥാനിലെ നിയമമനുസരിച്ച് ആ വ്യക്തി ഒരാളെ വധിച്ചാലും അയാൾക്ക് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ വധശിക്ഷയാണ്. ഈ 100 കുട്ടികളെ വധിച്ച ആ വ്യക്തിക്ക് 100 വധശിക്ഷകൾ കൊടുക്കുവാൻ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ലക്ഷക്കണക്കിന് ആളുകളെ വധിച്ച ഹിറ്റ്ലറിന് ലക്ഷക്കണക്കിന് വധശിക്ഷകൾ കൊടുക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല, ദൈവത്തിനല്ലാതെ. ഞാൻ നിങ്ങളിൽ ആരെയെങ്കിലും അപമാനിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാക്കിയ വേദന അളക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഏതെങ്കിലും കോടതിക്ക് സാധിക്കുമോ? സർവേശ്വരനായ ദൈവത്തിന് മാത്രം. ഈ ലോകത്ത് നടക്കുന്ന കോടാനുകോടി കുറ്റകൃത്യങ്ങളിൽ ചെറിയൊരു ശതമാനം കുറ്റകൃത്യങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അതിലും ചെറിയൊരു ശതമാനം മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. നിയമത്തിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള കുറ്റവാളികളെ ശിക്ഷിക്കേണ്ട ഒരു വേദി ബുദ്ധിയുടെയും യുക്തിയുടെയും പ്രകൃതി നിയമത്തിൻ്റെയും ആവശ്യമല്ലേ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒരണു നന്മ ചെയ്താൽ അത് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒരണു തിന്മ ചെയ്താൽ നിങ്ങളത് കാണും, അതായത് ആ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. ഭാഗവതം പറയുന്നു, അപ്രേത ലോകത്തിന് ഈശനായി വാഴുന്ന മൂപ്പർ പുകഴ്ന്നിടും നീതിമാനാം യമൻ, ചത്തിടും പ്രാണിവർഗങ്ങളെ സ്വന്തമാം വൃത്യരെ കൊണ്ടു പിടിപ്പിച്ചു സത്വരം, തന്മുൻപിലാക്കിയ കർമ്മബലങ്ങൾ താൻ നന്മയും തിന്മയും നോക്കി വേണ്ടും വിധം ഒത്ത ദണ്ഡങ്ങൾ കൊടുത്തുകൊണ്ടങ്ങനെ യമധർമ്മരാജ്യൻ ജയിക്കുന്നു നാരദ. ഒത്ത ദണ്ഡങ്ങൾ കൊടുക്കുന്നു, നന്മകൾക്കും തിന്മകൾക്കും അനുസൃതമായി പ്രതിഫലം ലഭിക്കുന്നുവെന്ന്. ഭഗവത്ഗീതയിൽ പോലും സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ചുള്ള പരാമർശം നിങ്ങൾക്ക് കാണാം. യുദ്ധം ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്ന അർജുനനോട് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹി തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നീ കൊല്ലപ്പെട്ടാൽ സ്വർഗം ലഭിക്കും, പുനർജന്മമല്ല, സ്വർഗം ലഭിക്കും. നീ വിജയിച്ചാൽ രാജ്യം അനുഭവിക്കാം. രണ്ടാണെങ്കിലും എഴുന്നേൽക്കൂ കുന്തി പുത്ര എന്ന. ഇനി ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ 16-ാം വചനത്തിൽ നരകത്തെയും സംബന്ധിച്ച് പറയുന്നു, അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ. കാമഭോഗങ്ങളിൽ പെടുന്നവർ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. ഇത് തന്നെയാണ് ബൈബിളിലൂടെ യേശുവും പഠിപ്പിച്ചിട്ടുള്ളത്. മത്തായി സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ 1-ാം വചനത്തിൽ പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളും അളക്കപ്പെടും, നിങ്ങൾ തൂക്കി നോക്കുന്നതിനനുസൃതമായി നിങ്ങളും തൂക്കി നോക്കപ്പെടും. മത്തായി സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 8-ാം വചനത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ കൈ ഒരു പാപം ചെയ്യുവാൻ കാരണമായാൽ അത് വെട്ടിത്തൂരെ കളയോ. 2 കൈകളോടുകൂടി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റ കൈയോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ കാല് ഒരു പാപം ചെയ്യുവാൻ കാരണമായാൽ അത് വെട്ടിത്തൂരെ കളയോ. നിങ്ങൾ 2 കാലുകളോടുകൂടി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റ കാലോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണ് പാപം ചെയ്യുവാൻ കാരണമായാൽ അത് പറിച്ചെടുത്ത്
ദൂരെ കളയോ. 2 കണ്ണുകളോടുകൂടി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റ കണ്ണോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ മുൻപ് സംസാരിച്ച ക്രൈസ്തവ സഹോദരന്മാർ പറഞ്ഞു, യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചാൽ, ആദിപാപ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചാൽ യേശു എല്ലാ പാപങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഒരിക്കലും മഹാനായ ജീസസ് ക്രൈസ്റ്റ് അത് പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളെ, 2ാം ലോകമഹായുദ്ധത്തിൽ നടന്നൊരു സംഭവം നിങ്ങളോട് പറയാം. ജർമ്മൻ പടയാളികൾ ഒരു കുടുംബത്തിൽ കയറി മുലപ്പാൽ നൽകിക്കൊണ്ടിരുന്ന മാതാവിൽ നിന്ന് കുഞ്ഞിനെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ് മതിലിൽ ശിരസ് തല്ലിച്ച ആ കുട്ടി മരിച്ചു. ആ പിതാവിൻ്റെ മുൻപിലിട്ട് ആ പിതാവ് കണ്ടിരിക്കുകയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് ആ ഭാര്യയെ ബലാത്സംഗം ചെയ്തു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, യേശു എല്ലാവരുടെയും പാപം ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു തെറ്റും ചെയ്യാതെ ജർമ്മൻ പടയാളികൾ ക്രൂരമായി കൊന്ന ആ കുഞ്ഞിൻ്റെ ദുഃഖം കാണാത്ത, കുഞ്ഞിൻ്റെ വേദന കാണാത്ത ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണോ? ഞാൻ പറയും ഒരിക്കലുമല്ല എന്ന്. സ്വന്തം ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത ആ സംഭവത്തിന് ആ ഭാര്യയുടെ വേദന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വേദന കാണാത്ത ദൈവം ക്രൂരനാണോ, നന്ദിയുള്ളവനാണോ, അല്ലെങ്കിൽ സ്നേഹമുള്ളവനാണോ എന്ന് ചോദിച്ചാൽ, ആ വേദന കാണാത്ത, ഭാര്യയുടെ വേദന കാണാത്ത, ആ ഭർത്താവിൻ്റെ വേദന കാണാത്ത ദൈവം ഒരിക്കലും സ്നേഹത്തിൻ്റെ ദൈവമാണെന്ന് ഞാൻ പറയുകയില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആനും ഈ ജീസസ് ക്രൈസ്റ്റ് ഈസാ നബി അലൈഹിസ്സലാമും പഠിപ്പിച്ചിട്ടുള്ളത്, നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ഏകദൈവ പരലോക വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും സ്മൃതികളിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളോ സ്മൃതികളോ പലയിടങ്ങളിലും പരാമർശിച്ചിട്ടുള്ള മറ്റു വിശ്വാസങ്ങളൊന്നും ഇതര ബൈബിളിലോ വിശുദ്ധ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. ബൈബിൾ പറയുന്ന ത്രിമൂർത്തി സങ്കല്പം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന വിശ്വാസം നിങ്ങൾക്ക് ഹൈന്ദവ സ്മൃതികളിലോ വേദഗ്രന്ഥങ്ങളിലോ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത് ദൈവത്തിൻ്റെ അടുത്തുള്ള മതം ഇസ്ലാമാണെന്ന്. അതൊരിക്കലും വർഗീയവാദമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു,